ഓ മാമം 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 മാമ ചന്ദമാമ എന്ന പാട്ടും വെച്ച് ബിഗ് ബോസ് സീസൺ 6ന്റെ 68ാം എപ്പിസോഡ് തുടങ്ങി കുറെ മാമന്മാരും മാമിമാരും അടിപൊളിയായിട്ട് ഡാൻസ് ഇട്ട് കളിച്ച് അങ്ങ് തുടങ്ങി. ആദ്യം തന്നെ ഒരു ടാസ്ക് ആയിരുന്നു ഉരുളുന്തളിക. എല്ലാവരും എല്ലായ്പ്പോഴും കൈവിടാതിരിക്കുന്നതും സംരക്ഷിക്കുന്നതും കുടുംബമാണ് എന്നൊക്കെ തുടങ്ങിയാണ് അൻസുമ ടാസ്ക് ലെറ്റർ വായിക്കാൻ തുടങ്ങിയത്. ഞാൻ വിചാരിച്ചു കുടുംബത്തിനെ കുറിച്ച് എന്തോ വലിയ കാര്യം പറയാൻ പോകണമെന്ന്. കയ്യിലുള്ള മുട്ടകൾ നിങ്ങളുടെ കുടുംബമാണെന്ന് വിചാരിച്ച് താഴെ വീണ് പൊട്ടാതെ വേറെ സ്ഥലത്തെത്തിക്കണം. ഇതായിരുന്നു ടാസ്ക്. ബിഗ് ബോസ് വാട്ട് എ ക്രിയേറ്റിവിറ്റി. സ്വന്തം കുടുംബത്തെ മുട്ടയാണെന്ന് വിചാരിക്കണം പോലും. ടാസ്കിൽ വിദഗ്ധകളായി വന്നത് മുല്ലപ്പൂവും അപ്സരസും ഡോറയും പിന്നെ ഡസ്റ്റ്ബിന്നുമാണ്. ഇവരാണ് ഏത് ടീമാണ് ആദ്യം പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. കൂലങ്കഷമായ ചർച്ചയിലൂടെ ആദ്യം പോകാൻ ഡെൻ ടീമിനെ തിരഞ്ഞെടുത്തു. ഡെൻ ടീം ആകെ മൊത്തം 4 മുട്ടകൾ ഇട്ടു. ഡെഷ്മിൻ 2 മുട്ടയിട്ടു, നന്ദന 2 മുട്ടയിട്ടു, ജിൻഡോയുടെ മുട്ട പൊട്ടിപ്പോയി. രണ്ടാമത്തെ ടീമിനെ തെരഞ്ഞെടുക്കാൻ നമ്മളെ വിധികർത്താക്കൾ തമ്മിൽ ചെറിയൊരു അടിപിടി ഉണ്ട്, സ്വാഭാവികം. അവസാനം ടണൽ ടീമിനെ തെരഞ്ഞെടുത്തു. ടണൽ ടീം 4 മുട്ടകളാണ് ഇട്ടത്. സിജോ ഫുള്ള് കള്ളകളിയായിരുന്നു. കള്ളക്കളി കണ്ടുപിടിച്ചത് നമ്മളെ മുല്ലപ്പൂവായിരുന്നു. എന്നിട്ട് സിജോ വിട്ടില്ല, കാട്ടുതീയായി മാറി നമ്മളെ സിജോ. ഒരു ഗുണവും ഉണ്ടായില്ല. ജഡ്ജി മുല്ലപ്പൂവാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു, കോഴി അടയിരിക്കുന്ന പോലെ. കുറ്റം പറയലോ, നല്ല ജഡ്ജായിരുന്നു. പീപ്പിൾ ടീമും നെക്സ്റ്റ് ടീമും ഒരു മുട്ട പോലും മുട്ടില്ല. ഒരു മുട്ട, ഒരേ ഒരു മുട്ട അതെങ്കിലും ഇട്ടുവിടായിരുന്നു. അവസാനം അവർക്ക് പോയിന്റ് കിട്ടിയതും കോഴിമുട്ടയായിരുന്നു. അടുത്ത ഫാമിലി റൗണ്ടിൽ അപ്സരയുടെ അമ്മ ഉള്ളിൽ വന്നു. ആര് വന്നാൽ എന്താ, നമുക്ക് ചോറ് മുഖ്യം ബീലേ എന്നതായിരുന്നു നോറയുടെ വിചാരം. അപ്സരയുടെ അമ്മ വന്നപ്പോ ചോറ് കഴിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നോറ എഴുന്നേറ്റത് പോലുമില്ല. ആൽബിച്ചേട്ടൻ വന്നില്ല അമ്മേ. ആൽബിച്ചേട്ടൻ എന്താ പറ്റിയ അമ്മേ? അതെന്താ ആൽബിച്ചേട്ടൻ വരാത്ത അമ്മേ? ഒരേ ആൽബിച്ചേട്ടൻ വരാത്തോണ്ട് അപ്സര ആകെ വിഷമത്തിലായിരുന്നു, പാവം. അവസാനം അപ്സരസിന്റെ ആൽബിച്ചേട്ടൻ കക്കൂസിന്റെ അടുക്കൽ നിന്ന് മുഖംമൂടി ധരിച്ച് കറുത്ത ടീഷർട്ട് ധരിച്ച്. സത്യം പറയാലോ, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ആർക്കും മനസ്സിലായില്ല അത് ആൽബിച്ചേട്ടനാണെന്ന്. അടുത്ത ഹരിയാണന്റെ സ്വന്തം സ്നേഹ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്നു. ഒരു ലിപ് ലോക്ക് ഒക്കെ ചെയ്തിട്ടായിരുന്നു മോനെ സ്നേഹ കടന്നു വന്നത്. സായിടച്ചൻ വീഡിയോ കോളിൽ വന്നു. ഒരു നല്ല കോൺവെർസേഷൻ തന്നെയായിരുന്നു രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നത്. മലപ്പുറത്തേക്ക് കപ്പും കൊണ്ട് വന്നാൽ മതിയായിരുന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ പറഞ്ഞെടുത്തു. ഒരു നിസ്സാര പ്രശ്നമായിരുന്നെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.